സീഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. യഥാർത്ഥത്തില് മടവൂർ ഗ്രൂപ്പുകാര് പണ്ട് നടത്തിയ ഒരു സംഗതിയാണ്. അതിന്റെ പേരിൽ നമ്മളെ പുറത്താക്കിയത് മാത്രമല്ല, അതിൽ പങ്കെടുത്ത അബ്ദുറഹ്മാൻ മൗലിന്റെ ഇവിടെ ഇദ്ദേഹമാണ് അന്നതിൽ പങ്കെടുത്തതിന്റെ പേരില് അദ്ദേഹം അവസാനം തെറ്റ് മനസ്സിലായി തിരിച്ചു വന്നു, KNM-ലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് മുസ്ലിയാക്കന്മാർ ഇപ്പൊ പറഞ്ഞെന്താ വെച്ചാല് അദ്ദേഹത്തെ സുന്നികൾ ഇന്റർവ്യൂ നടത്തിന. അതൊന്ന് പറഞ്ഞാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. വളരെ ചുരുക്കി പറയാണ്. നമ്മുടെ ഈ KNM-ൽ നിന്നും പിരിഞ്ഞു പോയ ഗ്രൂപ്പ്, ഇതിൽ ഒരു 5.5 കൊല്ലം വരെ ഞാൻ അവിടെ കൂടെയായിരുന്നു. അവര് ഇത് സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോൾ, ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവരുമായി രാജിവെച്ച്, അവര് ഈ നമ്മുടെ KNM ആശയവുമായി കൊണ്ട് വളരെ ബഹുദൂരം മോശമായി ചിത്രീകരിച്ചുകൊണ്ടും ലൈന് തെറ്റിപ്പോയപ്പോഴും ഞാൻ അവരിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ഇത്തരം ആശയം യഥാർത്ഥ KNM-കാർക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. ഇനി ഇത് സംബന്ധിച്ച് പേരോടാകട്ടെ മറ്റുള്ള ആളുകളാകട്ടെ ഇവര് നുണ പറയൽ മത്സരം നടത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നുണയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞു നടന്നാൽ അത് നമുക്ക് യോജിക്കാത്ത കാര്യമാണ്. കാരണം ഇത് എന്നെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകളാണ് എന്നെ സമീപിച്ചത്. KNM-ന്റെ ആളുകളാണ് എന്നെ ഇന്റർവ്യൂവുമായി സമീപിച്ചത്, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്, ഞാനത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, അതിന്റെ കാസറ്റ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇനി അത്തരം വിഷയം എടുത്തു പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന്